വാസ്തവമായും നമ്മുടെ ജീവിതത്തെ അവിടത്തേക്കായി സമർപ്പിച്ചതിന്
ഒരാഗ്രഹവും അതിനുള്ള തയ്യാറെടുപ്പും എല്ലാവർക്കും നൽകണമേ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഓരോരുത്തരും തങ്ങളെ തന്നെ അവിടത്തേക്ക് പരിപൂർണമായി സമർപ്പിക്കുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വമുണ്ടാവട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ വർഷത്തെ 3 നോമ്പ് ആചരണം അതിൻ്റെ 2ാമത്തെ സായം സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 നോമ്പ് അഥവാ നിലവേ നോമ്പ് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നോമ്പാണ് എന്ന് നമുക്കറിയാം. നിലവിലെ രാജാവ് മുതൽ അടിയാൻ വരെ സർവമാന മനുഷ്യരും യവനാൻ നബിയുടെ പ്രസംഗം കേട്ട് അനുതാപത്തോടെ, കണ്ണുനീരോടെ, പശ്ചാത്താപത്തോടെ തങ്ങൾ ഓരോരുത്തരുടെയും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് എന്ന് പറഞ്ഞാൽ നിലവേ നഗരത്തിൽ വലിയ വിലാപം തന്നെ ഉയർന്നുണ്ടായിരുന്നു. എവിടെയും തോരാത്ത കണ്ണുനീർ മാത്രം. 3 ദിവസം അവർ പശ്ചാത്തലിച്ചു എന്നതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, അവർ പൂർണ്ണമായും ഭക്ഷണ സാധനങ്ങളൊക്കെയും വെടിഞ്ഞ്, ഭക്ഷ്യവസ്തുക്കളൊക്കെയും വെടിഞ്ഞ് പൂർണ്ണമായ ഉപവാസത്തിൽ ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ യാമ നമസ്കാരത്തിൽ പ്രമീയം സദറ പ്രാർത്ഥനകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിയില്ല, അവിടെ പക്ഷിമൃഗാദികൾക്ക് പോലും ഭക്ഷണം നൽകിയില്ല എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കരച്ചിൽ, മൃഗങ്ങളുടെ തേങ്ങിക്കരച്ചിലുകൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും വിലപിച്ചുള്ള കരച്ചിലുകൾ, അങ്ങനെ എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുപോലെ കണ്ണുനീരിൽ ആ 3 ദിവസങ്ങൾ കഴിഞ്ഞു. അവർ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ചു, പശ്ചാത്തലിച്ചു. ഇതൊരു സമൂഹത്തിന്റെ വലിയ ഉപവാസവും പ്രാർത്ഥനയുമാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് എല്ലാ ദോഷ പ്രവൃത്തികളെയും വിട്ടിട്ട് സത്പ്രവൃത്തിയിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചുവടുമാറ്റമാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്നലെ ഇതിന്റെ 1ാം സന്ധ്യയിൽ നമ്മൾ മുഖ്യമായും ഊന്നൽ കൊടുത്തത് യവനാൻ പ്രവാചകന്റെ ഒരു ദർശനമാണ്. ഞാൻ കാരണം എൻ്റെ കൂടെയുള്ള ഈ സഹയാത്രികരാരും നശിച്ചുകൂടാ, അതുകൊണ്ട് നിങ്ങൾ എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടുകൊള്ളുക. ഞാൻ സമുദ്രത്തിലേക്ക് തള്ളപ്പെട്ടാലും, ഞാൻ മരിക്കേണ്ടി വന്നാലും എന്നോടൊപ്പമുള്ള ഈ സഹയാത്രികർക്ക് ഒരു കേടും സംഭവിക്കരുത്. ഞാൻ കാരണം എൻ്റെ കുടുംബം നശിക്കരുത്, എൻ്റെ ഇടവക നശിക്കരുത്, എൻ്റെ സഭ നശിക്കരുത്, എൻ്റെ ദേശം, ഈ ലോകം ഞാൻ കാരണം നശിക്കരുത് എന്നുള്ള മനഃപൂർവമായ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ഈ 3 ദിവസത്തെ ധ്യാന ശുശ്രൂഷ ആരംഭിച്ചത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടായ യവനാൻ ദീർഘദർശി പല ബലഹീനതകളിലൂടെയും അദ്ദേഹം കടന്നു പോകുന്നു. പല വീഴ്ച താഴ്ചകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് അദ്ദേഹത്തിനുണ്ട്. ഈ യവനാൻ നബി ഞാനും നിങ്ങളും ആയിരിക്കും. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുവാൻ കാരണം, പലതരത്തിലുള്ള വീഴ്ചകൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. പല യേസുകളും നോകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് പാപം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഞാൻ പലപ്പോഴും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പാപം ഇങ്ങനെ വരുന്നത്? നമുക്കറിയാം, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, മദ്യപാനം പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്നു. കളവ് പറഞ്ഞു പോകുന്നു, അവിശ്വസ്തത കാട്ടിക്കൂട്ടുന്നു, വക്രതയും വഞ്ചനയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ദ്രവ്യാഗ്രഹം വല്ലാതെ ഉണ്ടാകുന്നു. ഇതൊന്നും പാടില്ല എന്നറിയാമായിട്ട് പോലും എന്തുകൊണ്ട് ഈ പാപങ്ങളൊക്കെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പ്രധാനമായും ഞാൻ അതിന് 3 കാരണങ്ങൾ കാണുന്നു. ഒന്ന്, നമ്മുടെ അറിവില്ലായ്മയാണ്. പല സന്ദർഭങ്ങളിലും പല പാപങ്ങളെ കുറിച്ചും നമുക്ക് അതിന്റെ ഗൗരവത്തെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ല, അറിവില്ലായ്മ. തിരിച്ചറിവില്ലാത്ത നിനിവേ ജനത്തിന്റെ സ്ഥിതിയും അത് തന്നെയാണ്. ദൈവം തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് തിരിച്ചറിവില്ലാത്ത ജനം. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വലങ്കയിൽ ഇടങ്കയിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 പരം ആളുകളെന്നാണ് പറയുന്നത്.
എടുക്കുകയും തിരിച്ചറിയാൻ പാടില്ല. വലത്തേതേത് ഇടത്തേതേതെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അറിവില്ലായ്മ ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടുപോയാൽ പെട്ടത് തന്നെയാണ്. നല്ല സന്ദർഭങ്ങളിൽ ചെന്നാൽ അതനുസരിച്ചുള്ള വിശുദ്ധീകരണം നമുക്ക് ലഭിക്കും. ഞാൻ ഓർത്തു പോവുകയാണ്, നാട്ടിലായിരുന്നപ്പോൾ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഓരോരോ പ്രദേശങ്ങളിൽ ഇങ്ങനെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് പോകും. എന്തൊരു ഉണർവായിരുന്നു ആ സന്ദർഭങ്ങളൊക്കെ! എന്തെന്നുള്ള മനോചൈതന്യമായിരുന്നു! എപ്പോഴും ഉള്ളതിൻ്റെ ഉള്ളിൽ ദൈവിക ചിന്തകളും വിചാരങ്ങളും. പക്ഷെ ഇപ്പൊ 2 വർഷത്തോളമാകുന്നു ഇവിടെ വന്നു കഴിയുമ്പോൾ, കൊറോണയുടെ വന്നു കഴിയുമ്പോൾ കൂട്ടായ്മകളില്ല, പ്രാർത്ഥനകളില്ല, സുവിശേഷ വേലകളൊന്നുമില്ല. അതിൻ്റെതായിരിക്കുന്ന പിന്മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. സാഹചര്യം ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇത് സാത്താന്റെ ഒരു വലിയ വിജയമാണ്. കൊറോണയുടെ ആരംഭ സമയത്ത് പള്ളികളിൽ വിശുദ്ധ കുർബാന മുടക്കുന്നു, കുർബാന അർപ്പിക്കേണ്ടതില്ല എന്നുള്ള ചില നിർദ്ദേശം പ്രധാനാചാര്യന്മാരുടെ സ്ഥാനത്ത് തന്നെ വൈദികർക്ക് പോയി എന്ന് ഞാൻ ഇവിടെ വെച്ചറിയും. ഞാൻ ഡയറക്റ്റ് എഴുതാൻ എനിക്കൊരു പ്രയാസം, കാരണം ഭദ്രാസന്മാരെ എങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ മറ്റൊരാളോട് പറഞ്ഞിട്ട് ആ ആളിന്റെ പേരിൽ വാട്സാപ്പിലൊന്ന് കുറിച്ചു വിട്ടു. ഇങ്ങനെ പള്ളികൾ അടച്ച് വിശുദ്ധ കുർബാന സ്റ്റോപ്പ് ചെയ്താൽ അവിടെ സാത്താൻ ജയിക്കുകയാണ്. അതുകൊണ്ട് ആളുകൾ വന്നാലും വന്നില്ലെങ്കിലും പള്ളികളിൽ വിശുദ്ധ കുർബാന നടക്കണം. അത് മുടങ്ങരുത്, സാത്താൻ ജയമെടുക്കാൻ അനുവദിക്കും. ഏതായാലും ആദ്യത്തെ തീരുമാനം മാറി പള്ളികളിലൊക്കെ കുർബാനകൾ നടക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ ചില സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കാം. പിന്നെ മൂന്നാമത്തെ കാരണം നമ്മുടെയൊക്കെ ശാരീരിക മാനസികമായിട്ടുള്ള ദൗർബല്യങ്ങളാണ്. കുറേയേറെ ദൗർബല്യങ്ങൾ നമുക്കൊക്കെയുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ഒരു ദൈവ പൈതലിന് സാധ്യമാകും. എപ്പോൾ എന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചതാണ്. യേശുദാൻ പറഞ്ഞല്ലോ, ഞാൻ പോയാലും എന്റെ കാര്യസ്ഥലങ്ങളുടെ അടുക്കലേക്കായിരിക്കും, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് ബോധ്യം തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അതുകൊണ്ട് ഈ നാളുകളിൽ നാം പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവശബ്ദം കേൾക്കാൻ സാധിക്കും. തിരുവചനത്തിലുള്ള ദൈവികമായ വെളിപാടുകൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ സമീപത്തുകൂടെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളുടെ ചില വാക്കുകളിലൂടെ ദൈവത്തിന്റെ ആലോചന നമുക്ക് ലഭ്യമാകും. പരിശുദ്ധാത്മാവ് പല വിധത്തിലും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അത് മുഖ്യമായത് ദൈവത്തിന്റെ വചനമാണ്, തിരുവചനത്തിലൂടെയാണ്. ഞാൻ ആമുഖമായി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പാപം കൂടാതെ ജീവിക്കാൻ ഒരു വഴി. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ്. പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതി 1-ാം ലേഖനത്തിന്റെ 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ 5 കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉണർന്നിരിപ്പീൻ, ബി ഓൺ യുവർ ഗാർഡ്. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. പുരുഷത്വം കാണിപ്പീൻ, 3-ാമത്തെ കാര്യം. Could you like men, be courageous. പുരുഷത്വം കാണിപ്പീൻ. 4-ാമത് ശക്തിപ്പെടുവീൻ, be strong. 5-ാമത് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ, do everything in love. 5 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഒരു വിശുദ്ധ ജീവിതത്തിന് ഇതൊക്കെ ധാരാളം മതിയാവും. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. പരീക്ഷകൻ എപ്പോഴും നമ്മുടെ സമീപം നിൽക്കുന്നു. ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചു കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ. ഈ അടുത്ത സമയത്തൊക്കെ ആയിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയാണ്. പിതാക്കന്മാരെ കുറിച്ചുള്ള വാർത്തകൾ, വൈദികരെ കുറിച്ച്, പുരോഹിതന്മാരെ കുറിച്ചുള്ള വാർത്തകൾ, കേട്ടാൽ അറപ്പ് തോന്നുന്ന വാർത്തകൾ, ലജ്ജിച്ച് തല താഴ്ത്തുന്ന വാർത്തകൾ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ദൈവമേ, വിശുദ്ധ യാഗപീഠത്തിന്റെ മുൻപാകെ നിന്നുകൊണ്ട് രക്ഷാകരമായ സ്ഥിതിപാഠ അടയാളം വരച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ജീവിതം പൂർണ്ണമായും ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്ത പുരോഹിതന്മാർക്ക് എന്ത് പറ്റിയത്? കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ സാത്താൻ ഒരുപാട് സഞ്ചരിക്കുകയാണ്. ഞാൻ
പറഞ്ഞല്ലോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും മനുഷ്യനെ കൊണ്ടുപോകും പാപത്തിലേക്ക്. ഇന്നത്തെ ഈ യുഗത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ ഒരു മാധ്യമം എന്താണെന്ന് അറിയാമോ? ഈ മൊബൈൽ ഫോൺ. ഈ മുടിഞ്ഞൊരു സ്ഥാപനമില്ലായിരുന്നെങ്കിൽ ഭാവനകളിൽ സമാധാനം ഉണ്ടായിരുന്നു, ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷമുണ്ടായിരുന്നു, അവിശ്വസ്തത കടന്നുകൂടത്തിലായിരുന്നു. ഇന്ന് മ്ലേച്ഛത വല്ലാതെ പരക്കുന്നു ഈ ഒരു സാധനത്തിലൂടെ. സമയത്തിന്റെ പരിമിതികളോട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. യേശുദമ്പുരാൻ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. പരീക്ഷയിൽ വാതിൽക്കൽ നിൽക്കുകയാണ്, വാതിൽക്കൽ എത്തി നിൽക്കുന്നു. തന്റെ കഷ്ടാനുഭവം ആരംഭിക്കാൻ പോവുകയാണ്, താൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. പരീക്ഷകൻ വാതിൽക്കൽ നിൽക്കുന്നു, എന്നെ തോൽപ്പിക്കുവാൻ, നിങ്ങളെ തോൽപ്പിക്കുവാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവൻ വായ തുറന്ന് നിൽക്കുകയാണ്. ഈ നോമ്പിൽ യോഹന്നാൻ പ്രവാചകനുണ്ടായ വീഴ്ചകൾ, അതിനുശേഷം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനുണ്ടായ ആ ഉത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെയാണ് നമ്മുടെ ഈ ദിവസങ്ങളുടെ ചിന്താവിഷയം. ഒരിക്കൽ ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചൊരു വാചകം ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. A saint is not a man who never falls, but who gets up and goes ahead whenever he falls. ഒരു വിശുദ്ധന്റെ കാര്യമായി പറഞ്ഞു. ഏതൊരു വിശുദ്ധന്റെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. A saint is not a man who never falls. ഒരിക്കൽ പോലും വീഴാത്തവനല്ല ഒരു പരിശുദ്ധൻ. ഇന്ന് ഓരോ വിശുദ്ധന്മാരുടെയും ചരിത്രമെടുത്ത് നോക്കിക്കൊള്ളുക, എവിടെയെങ്കിലും ഒക്കെ വീഴുന്നുണ്ട്. പത്രോസിന്റെ ചരിത്രത്തിലേക്ക് പോകും, പത്രോസ് വീണില്ലേ? ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്ന് പറഞ്ഞ് പത്രോസ് പക്ഷേ ഒരു പെൺകൊച്ചിന്റെ മുമ്പിൽ അത്ര നിഷ്കരണം തള്ളി പറഞ്ഞു. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നിന്ന തോമസിനെ പറഞ്ഞ് ഞാൻ ഇനി കണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. കാരണം യേശുവിന്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഒക്കെ കർത്താവ് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് പോലും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത തോമായിക്ക് അവിശ്വസനീയമായിരുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കും. വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങളെ ഓർത്ത് പശ്ചാത്തലിച്ച് ശരീരത്തെ പുറമെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആ കറകളൊക്കെ തുടച്ചു കളഞ്ഞ് നമ്മളൊരു വിശദീകരണത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. സത്യമായിരിക്കുന്ന ഒരു കുമ്പസാരത്തിലൂടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വെടിപ്പുള്ളവർക്കും വിശുദ്ധിയുള്ളവർക്കും മാത്രം നൽകപ്പെടുന്ന കർത്തൃശരീര രക്തങ്ങളെ അനുഭവിച്ച് ജീവിതത്തെ കർത്താവിനെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. യോഹന്നാൻ പ്രവാചകന്റെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന ചില യേസുകൾ ഉണ്ട്, നാം തള്ളിക്കളയേണ്ട ചില നോകളുണ്ട്. ചിലതിനോട് യേസ് എന്ന് പറയണം, ചിലതിനോട് നോ എന്ന് പറയണം. ഇന്ന് രാത്രി നാം നോ എന്ന് പറയേണ്ട ചില ബലഹീനതകൾ, ചില വീഴ്ചകളാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നാളെ ദൈവം അനുവദിച്ചാൽ യോഹന്നാൻ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നാം സ്വാംശീകരിക്കേണ്ടുന്ന ചില യേസുകളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കും. ഒന്നാമതായി യോഹന്നാന്റെ ഒരു വീഴ്ച ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഭയമാണ്. ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഭയം. ഞാനത് പറഞ്ഞാൽ എന്തായി വലിയ അനുഭവം? വിജയത്തിന് ഇഷ്ടപ്പെടുമോ ഞാൻ അങ്ങനെ പറഞ്ഞു? മറ്റുള്ളവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടും അനുസരിച്ച്, പ്രീതിയും അപ്രീതിയും അനുസരിച്ച് നമ്മൾ സൗകര്യം പോലെ ഡാൻസ് ചെയ്യുന്നതിന് നിനിവേയിൽ പോയി അവിടുത്തെ ജനത്തോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനിവേ അവിടെ ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ അതവരെടുക്കും? How do they feel? മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ മഹാദുഷ്ടന്മാരായിരിക്കുന്നതാണ്. അങ്ങനെയാണ് ബൈബിൾ ആ വാക്കാണ് ഉപയോഗിച്ചത്. ക്രുദ്ധന്മാരായിരിക്കുന്ന ആളുകൾ, ക്രൂരന്മാരായിരിക്കുന്ന ആളുകൾ, പിടിച്ചു പറയും, തമ്മിത്തല്ലും, മദ്യപാനവും വ്യഭിചാരദോഷവും എല്ലാവിധമായ ക്ലേശതകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ഏതൊരു അശ്ലീല പ്രവൃത്തിയും നിസ്സങ്കോചം പ്രവർത്തിക്കുന്നവർ, നിർലജ്ജം പ്രവർത്തിക്കുന്നവർ, മഹാഗുണ്ടകളായിരിക്കുന്ന ആളുകൾ അവരുടെ അടുക്കൽ ചെന്ന് ഈ ദൈവത്തിന്റെ അർത്ഥപ്പാടിനെ കുറിച്ച് ഞാനിങ്ങനെ പറയും. എന്റെ തല ചിലപ്പോൾ കഴുത്തിന് മുകളിൽ
ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഭയം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ദൈവം കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചായിരിക്കാം. നേരെ കടത്തിൽ ചെന്ന് കഴിയുമ്പോൾ തർസീസിലേക്ക് ഒരു കപ്പൽ കിടപ്പുണ്ട്. അതിലേക്ക് ടിക്കറ്റ് എടുത്ത് പുള്ളി അതിലേക്ക് യഹോവ പറഞ്ഞിടത്തേക്ക് പോകാൻ മറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക്, വിപരീത സ്ഥലത്തേക്ക് അവർ യാത്രയായി. യഹോവയാകുന്ന ദൈവം അവരോട് പറഞ്ഞ ഒരു വാചകമായിരിക്കാം ഒരുപക്ഷെ അവൻ ഭയന്നു പോയതെന്ന് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അവരുടെ ദുഷ്ടത സ്വർഗത്തോളം എത്തിയിരിക്കുന്നു എന്ന് തന്നെ യഹോവ അവനെ അറിയിച്ച് അവനോട് പറഞ്ഞിരിക്കുകയാണ്. 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് തുടക്കത്തിൽ തന്നെ അവരുടെ ദുഷ്ടത സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. അത് അത്രമാത്രം ദുഷ്ടന്മാരായിരിക്കുകയാണ്. എങ്ങനെ പോകും അവരുടെ അടുക്കലേക്ക്? യോന ഭയം സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ഒക്കെ നോക്കിയപ്പോൾ അവനിൽ ഭയം. ദൈവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാതെ ചുറ്റുവട്ടങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ നമ്മളും ഇതുപോലെ ഭയപ്പെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഇപ്പോഴും ഭയപ്പെടാം. ഇലക്ഷന്റെ സമയമാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഡെമോക്രാറ്റിക്കാർക്ക് ഇഷ്ടപ്പെടുമോ റിപ്പബ്ലിക്കിന് ഇഷ്ടപ്പെടുമോ? വേണ്ട, ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല. പ്രസിഡന്റ് ട്രംപിന് ഇഷ്ടപ്പെടാൻ വന്നു പോയെങ്കിലും അതുകൊണ്ട് ട്രംപിന് വിരോധമായിട്ടൊരു വാക്ക് പറയില്ല. പദവിസ്ലാമയ്ക്ക് എതിരായിട്ട് ഒരു വാക്ക് പറയത്തില്ല. കാരണം അദ്ദേഹത്തിന് അപ്രീതിയുണ്ടായാലും കത്തോലിക്കാർക്ക് അപ്രീതിയുണ്ടായാലും അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ പറഞ്ഞില്ല. വിചാരിച്ചൻ തുടങ്ങിയാലും അച്ഛനെതിരായിട്ട് പറയുന്നില്ല. ചൂണ്ടിക്കാണിക്കേണ്ടത് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനുണ്ടാവാം. പലതും തിരുത്തേണ്ടതായിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ പറയുന്നില്ല. കാരണം ഭയമാണ്. പല വിധത്തിലുള്ള ഭയം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുന്നതായില്ല. ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നു. അവർക്ക് ഉറക്കം പറഞ്ഞെങ്കിൽ കഥ പറയും. എനിക്കൊട്ട് കഥയായിരുന്നു. എനിക്ക് ഒരുപാട് കഥ പറഞ്ഞ് സഹിക്കാനാണ്. പക്ഷെ അന്ന് ഞാൻ കോട്ടയത്ത് സീമ സൂക്ഷ്മാണെന്ന് ചെയ്തിട്ട് ഇങ്ങനെ തപ്പി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറയാവുന്ന കൊച്ചു കൊച്ചു കഥകളുണ്ട്. അങ്ങനെ പോയപ്പോൾ ഒരു ബുക്ക് എനിക്ക് കിട്ടി. ആ ബുക്കിൽ ഒരു ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ച് പറയുന്നു. ഒരു ക്യാപ്റ്റൻ സ്മിത്ത് അദ്ദേഹത്തിന്റെ മകൻ ജോൺ. പക്ഷെ ഈ ജോണ് ജനിച്ച് അധികം താമസിയാതെ തന്നെ ഭാര്യ കഴിച്ചു. അപ്പൊ ക്യാപ്റ്റൻ സ്മിത്ത് പിന്നെ പോകുന്നിടത്ത് അയാളുടെ ഒരു കപ്പലിന്റെ ക്യാപ്റ്റനാണ്. അപ്പൊ അയാൾ പോകുന്നിടത്തൊക്കെ ഈ കൊച്ചിനെയും കൊണ്ടു. കാരണം അമ്മയില്ലല്ലോ. അമ്മയുടെ സ്നേഹം കൂടെ അപ്പൻ ഈ കൊച്ചിന് വാരിക്കോരി കൊടുത്ത് അങ്ങനെ കൊച്ചിനെ പോകുന്നിടത്തെല്ലാം ഈ അപ്പൻ കൊണ്ടുപോകും. കൊച്ചങ്ങനെ കുഞ്ഞുനാൾ മുതൽ ശൈശവപ്രായം മുതൽ ഈ അപ്പൻ എങ്ങനെയാണ് ഈ കപ്പൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് പായ്ക്കപ്പലിന്റെ കഥയായി പറയും. അപ്പൊ ഈ പായ്ക്കപ്പൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ വിൻഡിന്റെ ആ ബ്ലോ അനുസരിച്ച് ഇതിന്റെ പാ വലിച്ചു കിട്ടും. ചിലപ്പോൾ പായ കുടിസാക്കി കിട്ടും, ചിലപ്പോൾ അത് വലിച്ചു കിട്ടും. ഇങ്ങനെ ഇതെല്ലാം ഈ കുഞ്ഞ് കണ്ടുകൊണ്ടേയിരിക്കുക. ആ കൊച്ചിന് 8-10 വയസ്സ് പ്രായമായപ്പോൾ കൊച്ചിന് നിർബന്ധം. അപ്പൊ ചില സന്ദർഭങ്ങൾ അയാൾ ഈ പാക്കന്റെ നടുക്കത്തെ പില്ലറിന് മുകളിൽ ചെന്ന് ഈ പാ വലിച്ചു കിട്ടുന്നൊക്കെ കണ്ടു. അന്ന് അവനൊരാഗ്രഹം, എനിക്ക് ഇത് വലിച്ചു കിട്ടുന്നത് ഭയങ്കര നിർബന്ധമാണ്. അവന്റെ ആഗ്രഹങ്ങളൊക്കെ അവൻ സാധിച്ചു കൊടുക്കണം. കാരണം അവനൊരു തരത്തിലും വിഷമം ഉണ്ടാകുന്നില്ല. അന്ന് ഇവന്റെ ആഗ്രഹം എങ്ങനെ സാധിച്ചു കൊടുക്കുന്നു? കാരണം ഏകദേശം 10-40 അടി ഉയരത്തിലേക്ക് കയറി പോകണം. എങ്ങനെ ഈ കൊച്ചിനെ കയറ്റിവിടും? പല രീതിയിൽ അവനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി. പക്ഷേ ജോണിൽ കയറി വരും. അവസാനം സ്മിത്ത് പറഞ്ഞു, ഓക്കെ മതി, നിനക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ കയറിക്കൊള്ളുക. ഞാൻ ഇന്നലെ ഇവിടുന്ന് ഞാൻ GPS വെച്ച് ഇന്നലെ ആണ് ആദ്യമായിട്ട് ഓടിച്ചത്. മോനെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചങ്ങോട്ട് പോയപ്പോൾ എന്നോട് ഞാൻ അച്ഛ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരത്തില്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ ജിൻസിയോട് പറയാം, അവിടെ കൂടെ വരും. ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എന്നാൽ ഇരുന്നോട്ട്, എനിക്കൊരു ധൈര്യം. ഏതായാലും ഇത് ഞാൻ പ്രോഗ്രാം മാറ്റി വൈകിട്ട് വേണ്ടി ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഈ സഹിക്കാൻ എന്നൊരു പ്രയാസമില്ലാതെ ദൈവത്തിൻ്റെ കൂടെ വന്നു പറ്റി. അതുപോലെ മടങ്ങുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ? ജോണിന് നല്ല കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് കണ്ടു കഴിയുമ്പോൾ അപ്പൻ സ്മിത്ത് പറഞ്ഞു, ഓക്കെ ഗോയ. അവൻ അടിവെച്ച് ഈ പില്ലറിന്റെ മുകളിലേക്ക് കയറുകയാണ്. പായ വലിച്ചു കിടക്കും. പക്ഷെ കുറെ ദൂരം ചെന്ന് ഒരു 30 അടി പൊക്കത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ താഴോട്ട് നോക്കിയപ്പോ അത് കഴിഞ്ഞ് ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയപ്പോ തിരയാഞ്ഞടിക്കുകയാണ്. തിരമാലകൾ ഇളകി മറയുകയാണ്. മറ്റാരും സഹായത്തില്ല. കപ്പൽ ഒരു സമുദ്രത്തിന്റെ കടലിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. അവൻ ഭയപ്പെടാൻ, അവന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ നിലവിളിച്ചു, അപ്പാ എന്റെ കാല് വിറയ്ക്കുന്നു, എന്റെ കാൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി വരാനും പറ്റുന്നില്ല, മുകളിലോട്ട് കാലെടുക്കാൻ പറ്റുന്നില്ല,
താഴോട്ട് കാലെടുക്കാൻ പറ്റത്തില്ല, എന്റെ കാല് കുറയ്ക്കുകയാണ്. ബുദ്ധിമാനായ അപ്പൻ പറഞ്ഞു, മോനെ നീ താഴോട്ട് നോക്കാതെ നീ മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാലിനെടുത്ത് വെച്ച് മുകളിലേക്ക് തന്നെ നോക്കണം. അവൻ മുകളിലേക്ക് സാവധാനം ദൃഷ്ടി ഉയർത്തി. ഒരു നിമിഷം നീ ശ്രദ്ധ കേന്ദ്രീകരിക്കവിടെ. അവൻ മുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ മുകളിലേക്ക് നോക്കി അടി വെച്ച് മുകളിലേക്ക് കയറി. ഇറങ്ങി വരാൻ നേരത്ത് പറഞ്ഞു, നീ താഴോട്ട് നോക്കണ്ട, നീ ധൈര്യമായിട്ട് ഇറങ്ങി വരിക. ഞാൻ എന്തിനാ ഇത് സൂചിപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഈ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്ന പലതും നമ്മൾ കാണുന്നത്. മുകളിലേക്ക് നോക്കുക. എവിടേക്ക് നോക്കണം? സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയിലേക്ക്, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ദൃഷ്ടി ഉയർത്തുക. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ദൃഷ്ടി ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ല. ദൈവമുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല എന്നർത്ഥം. നമ്മുടെ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവനെ തീരത്തിൽ അപ്രത്യക്ഷമായി നിൽക്കുന്നു. മത്സ്യബന്ധനത്തിന് പോയതാണ് പത്രോസ് കൂട്ടര്. പക്ഷെ തിരിച്ചു വരുമ്പോ ഇതാ തീരത്ത് നിൽക്കുന്നവൻ ആര്? പത്രോസിന് ബോധ്യമായി അത് യേശുവാണ്. എന്താ പത്രോസ് ചെയ്തത്? യേശുവാണെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് ഉറുമാനെടുത്ത് അരയിൽ ചുറ്റി എടുത്ത് വെള്ളത്തിൽ ചാടി കടലിന്റെ പുറത്തോട് നടന്നു പോവുകയാണ്. ഒരു കുഴപ്പമില്ല. പക്ഷേ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ താഴോട്ട് നോക്കിക്കാണും. എന്തു പറ്റി? താഴേക്ക് താഴാൻ. യേശുവിന്റെ മുഖത്ത് നിന്ന് ദൃഷ്ടി വ്യതിചലിച്ചപ്പോൾ അവൻ ഭയചകിതനായി എന്ന് ചുരുക്കം. ദൈവത്തിലേക്ക് ദൃഷ്ടി ഉയർത്തുക. അപ്പോൾ ഭയപ്പാട് മാറിയില്ല. They looked unto him and were lightened, and their faces were not ashamed. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ല. ദൈവമുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്. ചുറ്റുവട്ടങ്ങളിലേക്ക് ദൃഷ്ടി പായിക്കാതിരിക്കുക. നമുക്കൊരാത്മപരിശോധന നടത്താം. ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ കൊറോണയെ ഞാൻ ഭയപ്പെടുന്നു. അവിടെ അടിച്ചാൽ ക്യാൻസർ വാർത്തകൾ കേൾക്കുമ്പോൾ ക്യാൻസറിനെ ഞാൻ ഭയപ്പെടുന്നു. ചിലരിലേക്ക് ജോലി നഷ്ടപ്പെട്ടു കേൾക്കുമ്പോൾ ഞാൻ അതോർത്ത് ഭാരപ്പെടുന്നു. പലതിനെ ചൊല്ലി ഞാൻ ഇങ്ങനെ വ്യാകുലപ്പെടുകയാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം ഒരിക്കലും എന്നെ അനാഥനായി വിടുകയില്ല എന്നുള്ള വ്യക്തമായ ബോധ്യവും ഉറപ്പും നമുക്ക് ഉണ്ടായിരിക്കട്ടെ. വിശ്വസിക്കുക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതുകൊണ്ട് ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ ദൃഷ്ടി ഉടക്കാതെ സ്വർഗത്തിലേക്ക് ദൈവമുഖത്തേക്ക് ദൃഷ്ടി പായിച്ചുകൊണ്ട് അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടവരട്ടെ. യവനാൽ ദീർഘദർശി ചുറ്റുവട്ടങ്ങളിലേക്ക് ദൃഷ്ടി പായിച്ചു ഭയചകിതനായി അവൻ നിലവിലേക്ക് പോകേണ്ടതിന് പകരം തർശീശിലേക്ക് പോയതിന് കാരണമാണ്. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ദൈവവുമായുള്ള ആ വിശ്വാസത്തിലൂടെ ദൈവവുമായിട്ട് ബന്ധത്തിൽ നിലനിൽക്കുക. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഭവം അറിയാം. കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ പോയിച്ച് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അവൻ വിശന്നു എന്ന് നാം കാണുന്നു. അവൻ നോക്കിയപ്പോൾ അടുത്തൊരു അത്തിവൃക്ഷമുണ്ട്, ധാരാളം ഇലകൾ അതിലുണ്ട്. അതിൽ ഫലം കാണുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ ഒരു ഫലം അതിലില്ല. ആ അത്തിവൃക്ഷത്തെ യേശുവിനെ ശപിച്ചു നൽകി. എന്തേ കാരണം? ആ അത്തിവൃക്ഷത്തിൽ ഫലമില്ലായിരുന്നു. എന്തുകൊണ്ട് ആ അത്തിവൃക്ഷത്തിൽ ഫലമില്ലാതെ പോയി? ഫലമില്ലാത്ത ഒരു അത്തിവൃക്ഷത്തെ കർത്താവ് ശപിച്ചതിന്റെ അർത്ഥം എന്താ? ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. കാലം ചെയ്ത കർത്തനാടിന്റെ ഫിലിപ്പോസ് മറിമാനിയോസ് തിരുമേനി ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വന്ന് അദ്ദേഹം ഇത് പറഞ്ഞു തരുമ്പോഴാണ് വാസ്തവത്തിൽ എനിക്കതിന്റെ അർത്ഥം പഠിക്കുന്നത്. അത്തിവൃക്ഷത്തിൽ ധാരാളം ഇലകളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഫലമുണ്ടായി. പക്ഷേ ഇതിൽ ഇലകളുണ്ട്, ഫലമില്ല. എന്തെങ്കിലും സംഭവിച്ചു. ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ഓപ്പോസിറ്റ് സെക്സിലുള്ള മറ്റൊരു അത്തിവൃക്ഷം അവിടെ ഉണ്ടായിരിക്കണം സമീപത്തിവിടെങ്കിൽ. എങ്കിൽ മാത്രമേ ഇത് കായ്ക്കും. പണ്ട് ഞങ്ങളുടെ അച്ചായൻ ഒരു ജാതി ആൺജാതിയായിരുന്നു. വളർന്ന് മുട്ടനായി വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇത് പെൺജാതിയല്ല, ആൺജാതി. വീട്ടിൽ ദൂരക്കണം. കാരണം കായ്ക്കില്ല. എന്തേ കാരണം? ഫലം പുറപ്പെടുവിക്കുവാനുള്ള ഒരു സ്രോതസ് ആ അത്തിവൃക്ഷത്തിന്റെ സമീപത്തേക്ക് എവിടെയും ഉണ്ടായിരുന്നില്ല. തഴച്ചു വളർന്നു. പക്ഷേ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള മറ്റൊരു സ്രോതസ്സുമായി ബന്ധമില്ല.
ഈ ലൈറ്റിലൂടെ ഓണായി കിടക്കുകയാണ്, മൈക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു നിമിഷത്തിൽ നിശ്ചലമായ നമുക്കറിയാം എന്ത് സംഭവിച്ചു. പവർ സപ്ലൈയുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. ദൈവവുമായിട്ടുള്ള ബന്ധം, ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ്സ് എ പവർ സ്റ്റേഷൻ. ആ പവർ സ്റ്റേഷനുമായിട്ടുള്ള ബന്ധം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് വിശ്വാസത്തിലൂടെ ആ ബന്ധം വളരണം. വിശ്വാസത്തിൽ നിലനിൽക്കുകയും എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ്. രണ്ടാമത് നാം നോ പറയുന്നത് നിസ്സംഗതയാണ്. അയൽവക്കത്ത് എന്താ സംഭവിച്ചാൽ എനിക്ക് വിഷയം. കൂടെ യാത്ര ചെയ്തവരും കൂടെ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, നമുക്കെന്നാ ചെയ്യും. ഈ നിസ്സംഗത ഇവിടെ കടലിളകി വരികയാണ്. സഹയാത്രികൾ മുഴുവൻ നിലവിളിക്കാണ്. അവരവരെല്ലാം അവരവരുടെ ദേവന്മാരോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ട കരച്ചിൽ നടക്കുന്നു. ഇതൊന്നും പക്ഷേ എനിക്ക് വിഷയമല്ല. എനിക്ക് എവിടെയെങ്കിലും കിടന്ന് സുഖമായിട്ട് വേണം. അതുകൊണ്ട് യൗവനം തപ്പിത്തപ്പി ഏറ്റവും അവസാനത്തെ അടിത്തട്ടിൽ പോയി കിടന്ന് സുഖമായ നിദ്രയിലാണ്. നിസ്സംഗത. എന്ത് ആപത്ത് കൂടെയുള്ളവർക്ക് സംഭവിച്ചാലും എനിക്കത് വിഷയമല്ല എന്ന ആ ഭാവമുണ്ടല്ലോ, അത് ക്രിസ്തീയമല്ല. അവരുടെ നൊമ്പരങ്ങൾ നമ്മുടെ നൊമ്പരങ്ങളായി സ്വീകരിക്കണം. അതാണ് ക്രിസ്തീയം. അവരുടെ വേദനകൾ എന്റെ നൊമ്പരമായി, എന്റെ വേദനയായി ഞാൻ ഏറ്റെടുക്കുന്നതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ചിലപ്പോൾ അച്ഛന്മാരുടെ അടുക്കലൊക്കെ ചിലർ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയും. പരീക്ഷ എഴുതാൻ കുട്ടികൾ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ 5 വർഷം മക്കളില്ല. ചില അമ്മമാരും പറയും, ഒരുപാട് കല്യാണം നോക്കി പറയുന്നത് കല്യാണം ഒന്നും നടക്കുന്നില്ല. ചിലർ പറയും, അച്ഛൻ ഒരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഒത്തു വരുന്നോ, ഏതെങ്കിലുമൊക്കെ ക്രമീകരണത്തിലോ മറ്റു തടസ്സമുണ്ടാകും, നടക്കുന്നില്ല. മോനൊരു ജോലി കിട്ടുന്നില്ല, ഒരുപാട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഒത്തിരി ടെസ്റ്റ് എഴുതുന്നുണ്ട്, പക്ഷേ ഒരു ജോലി തരപ്പെടുന്നില്ല. അച്ഛൻ പ്രാർത്ഥിക്കാം, അച്ഛൻ പോലെ പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന് ഒരു അതല്ല ക്രിസ്തീയത. മക്കളില്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന് നെടുവേർപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്ന പാവം സ്ത്രീയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ നമ്മുടെ ചങ്കുരുകണം. എനിക്കായിരുന്നു ഇതെങ്കിൽ. അമ്മ വന്ന് മകളുടെ രോഗമൂലം വന്ന് പറയുകയാണ്, ഡോക്ടർമാർ കൈവിട്ടിരിക്കുന്നു, ഞാൻ ഓർക്കണം എന്റെ കുഞ്ഞിനായിരുന്നു ഇത് എങ്കിൽ. അപ്പോൾ എന്റെ ചങ്കുരുട്ടു. അവരെന്റെ നൊമ്പര എന്റെ നൊമ്പരമായി മാറണം, അവന്റെ വേദന എന്റെ വേദനയായി മാറണം. അവിടെ നിസ്സംഗതയ്ക്ക് സ്ഥാനമില്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ കർത്തവ്യം. മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ ഞാൻ ഏറ്റെടുക്കുക, അതാണ് ഒരു ദൈവവേദനയുടെ കർത്തവ്യം. കൃത്യ നിർവഹണത്തിനുള്ളതായ ഒരു ശക്തി അതിന് നമുക്ക് ആവശ്യമാണ്. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ച്, മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ, നോ പ്രയർ നോ പവർ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ച് ആളുകളെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രാർത്ഥനയുടെ ചൈതന്യം നാം പ്രാപിച്ചു കഴിയുമ്പോൾ അവരുടെ വേദനയും ദുഃഖവും എന്റേതായി സ്വീകരിക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിക്കുക. പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, ശക്തിപ്പെടുകയും. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ, ഒന്ന് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. 2 ശക്തിപ്പെടുകയും. 3-ാമത്തെ യൗവനന്റെ അവന്റെ സ്വഭാവത്തോടെ നോ പറയുന്നത് 3-ാമത്തെ കാര്യം നിദ്രയാണ്, ഉറക്കം. എപ്പോഴും ഉറക്കം. ചില ആളുകളുണ്ട്, ആണായാലും പെണ്ണായാലും ഉറക്കം തന്നെ ഉറക്കം. ഒരു ചുമതലയും എപ്പോഴും ഉറക്കം. ഇതെന്തൊരു മാതൃകയാണ്. മക്കൾക്ക് മാതൃകയാണ്, വീട്ടിലുള്ള മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഇങ്ങനെ ഉറക്കം ഓഫീസിൽ വന്നിരുന്നത് ഉറക്കം. പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ അവരും ഉറക്കം നോക്കി ഉറക്കം നിന്ന് എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റും? ഒരു കാര്യവും നടക്കില്ല. ഇവിടെ യൗവനാൻ പോയി കിടന്ന് സുഖനിദ്രയിലാണ് കിടക്കുകയാണ്. എല്ലാവരും പലമുറയിട്ട് നിലവിളിച്ച് അവരവരുടെ ദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും വിലയേറിയ സ്വത്തുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതാണ് ബാഗുകൾ, ബോക്സുകളൊക്കെ എടുത്ത് കപ്പലിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും എനിക്ക് വിഷയമല്ലാത്ത രീതിയിൽ എനിക്ക് ഉറങ്ങിയാൽ മതി. ഇവിടെ നല്ല സുഖ നിദ്രയിൽ കിടക്കുകയാണ്. ഈ ഉറക്കത്തിന്റെ പേര് ചുമതലാബോധമില്ലായ്മ. ചുമതലാബോധമില്ലായ്മ, അലസത എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ആളുകൾ വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് ഭാരം തന്നെ. ഭാര്യയാണ് ഭർത്താവിന് ഭാരം. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യ ഒരിക്കലും സമാധാനം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക്. ഇങ്ങനെയുള്ള മക്കളാണെങ്കിൽ മാതാപിതാക്കൾക്ക് സമാധാനമില്ല. ഇവനെ 10 മണിയായാലും വിളിച്ചാൽ ഇവൻ എഴുന്നേൽക്കില്ല. എങ്ങനെയാണ് പള്ളിപ്പടിച്ച് പോകുന്നത്? സ്കൂളിൽ എങ്ങനെ പോകുന്നത്? ഈ ഘട്ടം ഇവിടെ 6 മണിക്ക് എഴുന്നേൽക്കണം. 6 മണിയായി 7 മണിയായി തട്ടി കൊട്ടി വിളിച്ചാൽ എഴുന്നേൽക്കത്തില്ലെങ്കിൽ അവസാനം നമ്മൾ ഗ്രാഹി പോകുന്നില്ല. അപ്പൊ സമാധാനം കേട്ടു പോവുകയാണ്. ഇങ്ങനെ ഉറങ്ങുന്നവരുടെ കുഴപ്പമെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആപത്ത് സംഭവിച്ചാൽ
വെച്ചാലും അറിയില്ല. ശത്രു വാതിക്കെ വന്നാൽ നിന്നാൽ പോലും അറിയില്ല. ഇങ്ങനെ ഉറങ്ങിയാൽ കള്ളൻ ഈസിയായിട്ട് അകത്ത് കയറി വന്ന് മോഷ്ടിക്കുന്നവർക്ക് മോഷ്ടിച്ചോണ്ട് പോകും. പക്ഷേ ഉണർവുള്ളവർ ഉണർവോടെ കാത്തിരിക്കും. ഒരു കള്ളനും കാണാൻ പറ്റില്ല. ദുഷ്ടൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ വേണ്ടി ദുഷ്ടൻ കടന്നു വരുന്നതിന്റെ കാരണം ഈ ഉറക്കമാണ്, ഈ ഉണർവില്ലായ്മയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഉണർന്നിരിപ്പീൻ, ബി അലേർട്ട്, ജാഗ്രതയോടുകൂടെ ഇരിപ്പീൻ. ഉണർന്നിരിപ്പീൻ. ദുഷ്ടൻ പ്രവേശിക്കാതിരിക്കുവാനുള്ള ആവശ്യമാണ്. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച തോട്ടത്തിലാണ്. ഏതൊരു തോട്ടത്തിലാണ്? ആദ്യ മനുഷ്യൻ. എന്നിട്ട് അവനോട് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, രണ്ട് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു കാര്യം അരുതെന്ന് പറഞ്ഞു. അരുതെന്ന് പറഞ്ഞു നമുക്കറിയാം എന്താണ്, എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു. തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം, ഫലം, അതിന്റെ ഫലം പറിച്ച് തിന്നരുത്. പക്ഷെ രണ്ട് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണെന്ന് പറയാം? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടം കാപ്പാനും അവനെ അവിടെ ആക്കി. സോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. തോട്ടം കാത്തുകൊള്ളണം, തോട്ടത്തിൽ വേല ചെയ്യണം. നമ്മുടെ മനസ്സുകൾ ഈ തോട്ടമാണ്, നമ്മുടെ ഹൃദയങ്ങൾ ഈ തോട്ടമാണ്. ഈ തോട്ടത്തിൽ നാം നല്ലത് വിതയ്ക്കണം. ഈ തോട്ടത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറത്തു വരണം. നന്നായിട്ട് നീ വേല ചെയ്യണം, നന്നായിട്ട് കൃഷി ചെയ്യണം. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കളകൾ ഉണ്ടായാൽ അപ്പൊ തന്നെ അതൊക്കെ പറിച്ചു കളയണം. അതിന് പേരാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ഈ കളകളൊക്കെ പറിച്ചു കളയണം. നല്ല വളമൊക്കെ അത് നിക്ഷേപിച്ചു കൊടുക്കണം. ഈ 3 നോമ്പിന്റെ നാളുകൾ അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിന്റെ ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, യാമനമസ്കാരങ്ങളിലൂടെയൊക്കെ നല്ല വളം നിക്ഷേപിക്കുക. എന്തിന്? ആത്മീയമായ നല്ല ഫലങ്ങൾ പുറകൊണ്ടുവരാൻ. നീ തോട്ടത്തിൽ നല്ലതായി വേല ചെയ്യണം, തോട്ടം കാത്തുകൊള്ളണം. എന്താ തോട്ടം കാത്തുകൊള്ളണം എന്ന് പറഞ്ഞത്? ദുഷ്ടൻ ഇതിലേക്ക് പ്രവേശിക്കാൻ ഇടം കൊടുക്കരുത്. നീ ജാഗ്രതയോടുകൂടി ഇരിക്കണം. പിശാച് എന്ന് പറയുന്ന കള്ളൻ ഇതിൽ പ്രവേശിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് നീ എപ്പോഴും നല്ല അലേർട്ടായിട്ട് ഇരുന്നുകൊള്ളുക. ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ദൈവം കണ്ണ് തന്നില്ലേ? ഈ കണ്ണിന് കാഴ്ചയുണ്ട്. പക്ഷെ ഞാൻ കണ്ണടച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അനുഭവം? ഞാൻ കണ്ണടച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അനുഭവം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി വീഴും, കൈ കാൽ ഒഴിഞ്ഞെന്ന് പറയും. ഇതിനാരും ഉത്തരവാദി ദൈവം. എന്റെ ദൈവമേ, ഉടയതമ്പരാൻ എനിക്കിങ്ങനെ വന്നു, നീ എനിക്കിങ്ങനെ വരുത്തിയല്ലോ പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ. ഉടയതമ്പരാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പോയി വീടിന്റെ കൈകാൽ ഒഴിയുന്നു. ദൈവം ആഗ്രഹിക്കുന്നില്ല. കണ്ണ് തുറന്ന് നടക്കാൻ ദൈവം നിനക്ക് കണ്ണു തന്നു, കാഴ്ചശക്തിയും തന്നു. So now it is your duty to open the eyes. Your duty bound. കണ്ണ് തുറന്ന് നടക്കുക എന്നുള്ളത് എന്റെ ധർമ്മമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ സമൃദ്ധമായി തന്നിട്ടുണ്ട്. നന്നായി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബി അലേർട്ട്, ഉണർന്നിരിക്കുക. ശത്രു പ്രവേശിക്കാതിരിക്കാൻ വളരെ കരുതലോടുകൂടെ, ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഇവിടെ യവനാൻ കിടന്നുറങ്ങുന്ന ആ ഉറക്കത്തിന്റെ ഭാവത്തോട് നമുക്ക് നോ പറയാൻ സാധിക്കും. നാലാമത്, സഹജീവികളുടെ, ഞാൻ സൂചിപ്പിച്ചു കഴിയും, സഹജീവികളുടെ ദുഃഖം, അവന്റെ നൊമ്പരവും അവന്റെ വേദനയും ഞാൻ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? സഹജീവികളോടുള്ള എന്റെ സ്നേഹമാണ് എന്റെ കാരണം. എന്നിലെ ഞാൻ മരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റൂ. കർത്താവ് തന്നെ തന്നെ വെറുതെയാക്കി തീർത്തു. സ്നേഹമായിരിക്കുന്ന ദൈവം മനുഷ്യാവതാരം ചെയ്യുമ്പോൾ തന്നെ തന്നെ വെറുതെയാക്കി തീർത്ത് മനുഷ്യനെ സ്നേഹിച്ചു. ജീവന് തുല്യം മനുഷ്യനെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് ഓരോ ദൈവവചനം പങ്കുവയ്ക്കേണ്ടത്. സഹജീവികളുമായി, സമസൃഷ്ടങ്ങളുമായി ആ സ്നേഹമാണ് പങ്കുവയ്ക്കേണ്ടത്. ഇവിടെ യോന സഹജീവികളുടെ കഷ്ടതയിൽ ഒരു മനസ്സിലും കാണിച്ചില്ല. ഇത്രയും കണ്ട് നിലവിളിക്കുമ്പോഴും, ഇത്രയും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ നഷ്ടപ്പെട്ട സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും താൻ തന്നെ പുതപ്പുമായി, താൻ തന്നെ കൊച്ചു ബാഗുമായി നേരെ അടിത്തട്ടിൽ സുഖം നിലയിൽ അടുക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ സഹജീവികളോട് അവന് എവിടെ സ്നേഹമെന്ന് പറയുന്നത്? ഇവിടെയാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. Whatever you do, you
ഡു എവറിത്തിങ് ഇൻ ലവ്. സ്നേഹം ഏറ്റവും വലിയ കൽപ്പന അതാണ്. സകല കൽപ്പനകളുടെയും പൂർണ്ണതയാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക. ഈ സ്നേഹമില്ലാതെ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇന്ന് നമ്മുടെ ഈ സഭകളിലൊക്കെ നടക്കുന്ന ഈ സ്നേഹമില്ലായ്മയാണ്. ഈ പള്ളികൾ നോക്കി അതിന്റെ തന്നെ കാരണം. ലോകത്തുള്ള സമസ്ത മനുഷ്യരും പറയുകയാണ് ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാകുന്നില്ല. സ്നേഹം വഴി പോയിട്ടില്ല. സ്നേഹമില്ലാതെ എന്ത് കുർബാന ചൊല്ലിട്ട് കാര്യം? സ്നേഹമില്ലാതെ എന്ത് നോമ്പെടുത്തിട്ട് കാര്യം? എല്ലാ സുഹൃത്തുക്കളുടെയും പൂർണ്ണതയാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ സുഹൃത്തുക്കളും പറയുന്നത്, നിങ്ങളെ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. അവിടെയും യൗവന ഒരു പരാജയമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുക. അഞ്ചാമത്തെ നോ പറയേണ്ടെന്ന അവന്റെ ഒരു പ്രത്യേകത എന്ന് പറയാനൊക്കെ ഒരു വീഴ്ച, ദുരഭിമാനം. നമുക്കൊക്കെ ഉണ്ട് ഈ ദുരഭിമാനം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു എല്ലാവർക്കും കൊണ്ട് ഈ ദുരഭിമാനം. എന്നേക്കാൾ വിജയിച്ചിട്ട് കേവനാണെങ്കിലും ഞാൻ വിജയത്തിനേക്കാളും അത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അദ്ദേഹം നല്ല പ്രസംഗമൊക്കെ നിങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നു. നല്ല പ്രസംഗം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഞാൻ മുഖം പ്രവർത്തിച്ചു ഇങ്ങനെ ഇരിക്കും. എന്താ കാരണം അറിയാമോ? എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം എനിക്കില്ല. പക്ഷെ എന്റെ ദുരഭിമാനം സമ്മതിക്കത്തില്ല ഇതൊന്ന് അംഗീകരിച്ചു കൊടുക്കുക. എന്നാൽ കഴിയുമ്പോൾ അച്ഛനോട് ഒരു താങ്ക്സ് പറഞ്ഞ് അച്ഛനെ ഒന്ന് അപ്രീഷിയേറ്റ് അച്ഛാ, നന്നായിരുന്നു കേട്ടോ, കീപ് ഇറ്റ് അപ്പ് എന്നൊരു നല്ല വാക്ക് പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം എന്റെ ദുരഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ, അതിനവരെ പ്രോത്സാഹിപ്പിക്കാൻ എന്റെ ദുരഭിമാനം അനുവദിക്കുന്നില്ല. ഇവിടെ യൗവനാൻ സംഭവിച്ചത് ഇത് തന്നെ. അതും ഒരു വിധത്തിലുള്ള ഒരു ഭീരുത്വമാണ് എന്നുകൂടെ ഓർമ്മപ്പെട്ടെ. എന്താണ് ഇവിടെ അവന്റെ ദുരഭിമാനം? താൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഈ നിനവെ പട്ടണം നശിക്കും. ഇത് നശിക്കാൻ പോവുകയാണ്. ഇതാണ് പ്രസംഗിച്ചത്. പക്ഷേ പട്ടണം നശിച്ചില്ല. അതോടെ അവന്റെ ദുരഭിമാനം കൂടി ഉയർത്തി. അവന് ദേഷ്യം വന്നു, കോപമായി. അവസാനം പോയി ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി പുള്ളി ഒരു ഒഴിഞ്ഞ കോണിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. മുഖം വീർപ്പിച്ച് കവളം വീർപ്പിച്ചിരിക്കുകയാണ്. ദേഷ്യപ്പെട്ട് കോപിച്ചു. ദൈവത്തോടാണ് ഈ ദുരഭിമാനി കോപിക്കുന്ന ആരോടാണ്? ദൈവത്തോടാണ്. ഞാൻ പണ്ടേ പറഞ്ഞത് ഈ പണി ഇതിനെന്നെ പിടിക്കരുത്, നീ ഇത് ചെയ്യുമെന്ന് എനിക്ക് അന്നേരെ അറിയാമായിരുന്നു. ഞാൻ ഈ പറയുന്നതൊന്നും കാര്യം നടക്കുകയില്ല, നീ അവസാനം കാര്യമായിരുന്നു, ഇപ്പൊ നീ കാര്യമായി കഴിഞ്ഞു. അതുകൊണ്ട് അവൻ അങ്ങനെ വെറുതിരിക്കുകയാണ്. സൂര്യൻ രാവിലെ ഇരിപ്പ് തുടങ്ങില്ല, എന്റെ തലയിൽ സന്ധ്യയ്ക്കാൻ തുടങ്ങില്ല. സൂര്യൻ വിളിച്ച് നട്ടുച്ചയായപ്പോഴത്തേക്ക് ഫുഡും പേര് അവനൊന്നും അറിയുന്നില്ല, ഈ ചൂടൊന്നും അറിയുന്നില്ല. പക്ഷെ എന്നാലും അവന്റെ ദണ്ണം കൊണ്ട് ഈ ചൂടത്തെങ്ങിരിക്കുകയാണ്. ദൈവം ഇതെല്ലാം മാറിയെന്ന് കാണുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് അവനോട് സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒരാവണക്ക് ഉണ്ടാക്കി അവന്റെ തലയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം ഒഴിക്കാതെ രാവണക്കിനെ ആക്കി. അപ്പോൾ നല്ല ഷെയ്ഡൊക്കെ, അപ്പോൾ സന്തോഷം. പക്ഷെ അപ്പോഴും ഈ ദുരഭിമാനിക്ക് അതൊന്നും അംഗീകരിക്കാനോ അതിനൊന്നും നന്ദി പറയാനൊന്നും പറ്റുന്നില്ല. കാരണം എന്താ പറയാം? അതറിയാവുന്ന യഹോവയാകുന്ന ദൈവം ചെയ്യും. ഒരു പുള്ളിനെ അയച്ചു. ഇപ്പൊ കൊറോണ വിട്ടതുപോലെ ഒരെണ്ണത്തിനെ കൊണ്ട് വിട്ടുകൊടുത്തു. ആവണം പിറ്റേ ദിവസം ഉണങ്ങി. അതോടെ അവന്റെ കോപം ശതകുടിയിൽ വന്നു. ദുരഭിമാനിയായിരിക്കുന്ന യൗവനാൻ അങ്ങനെ ദൈവത്തോട് പോലും പിറുപിറുക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ദുരഭിമാനത്തിലുള്ള ഈ ദുരഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില ആളുകളോട് അറിയാൻ മേലാത്ത ഒരു മനുഷ്യരോട് ചോദിക്കില്ല, ചോദിച്ചു പഠിക്കില്ല. ആരും പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല. എല്ലാം എനിക്കറിയാവുന്ന ഭാവത്തിൽ ഇങ്ങനെ നടക്കണം. അങ്ങനെയുള്ള ആളുകൾ ഒന്നും പഠിക്കാൻ പോകില്ല. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം എനിക്കത് അറിഞ്ഞുകൂടായെന്ന് ആരോടും പറയുന്നത് നാം പഠിക്കുന്നില്ല. അറിയാൻ പാടില്ലാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് അഭിമാനമായി കാണും. പക്ഷെ ദുരഭിമാനികൾക്കത് സാധിക്കില്ല. അവർ അവരുടെ തെറ്റിനെ അംഗീകരിക്കില്ല, അവരുടെ കുറവുകൾ അവർ അംഗീകരിക്കത്തില്ല, അറിവുകളിൽ അവർ സമ്മതിക്കത്തില്ല, മറ്റുള്ളവരിൽ നിന്ന് യാതൊന്നും അവർ കേട്ടുപഠിക്കില്ല. ഇതെല്ലാം ദുരഭിമാനത്തിന്റെ ഓരോരോ വേർഷൻസാണ്. ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഹൃദയവിശാലതയാണ്. ഹൃദയവിശാലത. സ്ത്രീകളെന്നോട് പിണങ്ങിയില്ല എങ്കിൽ പോലും എന്ന് വിചാരിച്ച് പറയാം, ഈ ദുരഭിമാനം ഒരുപാട് അധികവും സ്ത്രീകളിലാണ്. പുരുഷന്മാർക്ക് കുറവാണെന്നല്ല, എങ്കിലും ഇതൊത്തിരി സ്ത്രീകൾ നിങ്ങളുടെ കയ്യിലല്ല പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഈ ദുരഭിമാനം. ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഹൃദയ വിശാലത പ്രാപിക്കുക എന്നുള്ളത്.
ഹൃദയ വിശാലതയുടെ കിട്ടും. അതൊരു പുരുഷത്വ സ്വഭാവമാണ്. ഇവിടെയാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. പുരുഷൻ കുറച്ചുകൂടെ ഓപ്പൺ ഹാർട്ടഡാണ്, കുറച്ചുകൂടെ ഹൃദയ വിശാലതയുണ്ട്. പക്ഷെ സ്ത്രീ കുറച്ചുകൂടെ സങ്കീർണമാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവിടെ നിർത്തട്ടെ. ഒരു സ്ത്രീയെ ഓർമ്മപ്പെടുത്തി ഈ പുരുഷത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മീനിങ് ഇതാണ്: നിന്റെ ഹൃദയം ഒന്ന് വിശാലമാവട്ടെ, നിന്റെ ഹൃദയം ഒന്ന് തുറക്കട്ടെ, നിന്റെ ഈ സങ്കുചിത ചിന്താഗതിയെ എടുത്തുകളാണ്, നിന്റെ ഈ തരത്തിലുള്ള ദുരഭിമാനങ്ങളൊക്കെ വിട്ടുകളയുക, എന്നിട്ടൊരു വിശാല ഹൃദയം നിനക്കുണ്ടാവും. പുരുഷത്വം കാണിക്കുക. സമയം ഞാൻ വാക്കുകൾ ചെയ്തിട്ടെ. ആറാമത് നോ പറയേണ്ട ഒരു കാര്യം അവന്റെ ക്ഷിപ്ര വികാരങ്ങളാണ്. ഈ അവനൊരു വികാരം ജീവിക്കും. ക്ഷിപ്ര വികാരം, ക്ഷിപ്ര കോപിയാണ്. സന്തോഷം വന്നാൽ പെട്ടെന്ന് ചെയ്തവർക്ക് സന്തോഷിക്കും. സങ്കടം വന്നാൽ ആദ്യ കവിഞ്ഞ കിടക്കും. രണ്ടെണ്ണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കരച്ചത്തെ ബഹളം. ചില പുള്ളികൾ അങ്ങനെയാണ്. ചിലർക്കുണ്ട് ആദ്യത്തിൽ ഒരാൾക്ക് നന്മ വന്നാൽ പിന്നെ അസൂയയുടെ കൊമ്പ് കുത്തുക. അസൂയ പെട്ടെന്ന് ഇതൊന്ന് അടക്കി വെക്കണേ. അടക്കി വെക്കത്തവരുമില്ല. ചിലരാണ് വെട്ടി പുറത്തൊക്കെ അവൻ അങ്ങനെ ചെയ്ത്, അവൻ ഇങ്ങനെ ഉണ്ടാക്കിയത്, അവൻ അങ്ങനെ കള്ളക്കടക്ക് ചെയ്ത് ഉണ്ടാക്കിയത്, അവൻ മോഷ്ടിച്ചെടുത്ത്, അവൻ വക്രിച്ചെടുത്തതാണ്. എന്തെല്ലാം തരത്തിൽ അവനെ ഇല്ലാതാക്കാമോ അതെല്ലാം ചെയ്യും. കോപം വന്നാൽ നിയന്ത്രിക്കാനാവാത്തതോ, സന്തോഷം വന്നാലോ പിന്നെ അതിന് കവിഞ്ഞെന്ന് സന്തോഷിക്കും. പിന്നെ വേണ്ടി വന്നാൽ കാണാൻ പറ്റും ഓണമെന്ന് പറഞ്ഞാൽ അവർ എല്ലാം വിറ്റ് കുറച്ച് വേണ്ടി വന്ന നാട്ടുകാർക്കെല്ലാം വലിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. സന്തോഷം മുത്തില്ല. സങ്കടം വന്നാൽ പിന്നെ നിരാശപ്പെട്ട കുറക്കാരായി പിന്നെ എവിടെയും കെട്ടിയാൽ കാണണമെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെയുള്ള ക്ഷിപ്ര വികാരങ്ങൾ പലർക്കും. യവനൻ അതിന് ഒരു ഉദാഹരണമാണ്. ഈ സംഭവ പരമ്പരയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭയത്തിൽ അവൻ ഇച്ചിരി മുമ്പിലാണ്, കോപത്തിൽ ഒരിച്ചിരി മുമ്പിലാണ്. ഒരാളെ ബന്ധത്തേക്ക് ഒരുപാടൊക്കെ സന്തോഷമായി. എന്നാൽ നാളെ തുടങ്ങാൻ സാധ്യതയുള്ളതാണെന്ന് പോലും ചിന്തിക്കുന്നില്ല. എന്നും ഈ തണൽ ഇങ്ങനെ നിൽക്കും എന്ന് അവൻ വിചാരിക്കുന്നില്ല. നിൽക്കുമെന്ന് അവൻ വിചാരിച്ചു. ഇത് നാളെ ഒരു പക്ഷേ ഈ തണലുമെന്ന് മാറുമെന്ന് ചിന്തിച്ചില്ല. നമുക്കങ്ങനെ അങ്ങനെയാണ്. ഐശ്വര്യം കിട്ടിക്കഴിയുമ്പോൾ എന്നും ഇങ്ങനെ നിൽക്കുമെന്ന ഭാവം. നമ്മുടെ ഈ ആരോഗ്യമൊക്കെ ഇന്നും ഇങ്ങനെ നിൽക്കുന്ന, സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഇങ്ങനെ നിൽക്കുമെന്ന് നമ്മൾ ധാരണ. പക്ഷെ ഇത് എല്ലാം മാറുന്ന ഒരു സമയമുണ്ട്. അതേക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. ക്ഷിപ്രവികാര രീതികൾ അങ്ങനെയാണ്. ഈ ക്ഷിപ്രവികാരം ഒന്ന് മാറണം. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പത്രോസ് നമ്പർ 1 ആണ് ക്ഷിപ്രവികാരം. കഷ്ടാനുഭവത്തെ കുറിച്ച് അറിഞ്ഞപ്പോ, യേശുദാനത്തിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോ അറിയിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? ഗുരു നിനക്കങ്ങനെ ഭവിക്കരുത്. ചാടിക്കൊണ്ട് പറഞ്ഞു നിനക്കങ്ങനെ ഭവിക്കരുത്. എന്താ കർത്താവ് അവനെ വിളിച്ചത്? സാത്താനെ നീ എന്റെ പിന്നിൽ കൊള്ളു. സാത്താന് തുല്യമായിരുന്നു പത്രോസിന്റെ അവിടുത്തെ അവസ്ഥ. ക്ഷിപ്രവികാരത്തിൽ സംഭവിച്ചതാണ്. 3.5 വർഷക്കാലം കൂടെ നടന്നിട്ട് തോമാസ്ലിയ പക്ഷേ വിശ്വസിക്കുന്നില്ല. ഞാൻ കണ്ടല്ലേ വിശ്വസിക്കത്തുള്ളതാണ്. 3.5 വർഷം കൂടെ നടന്ന യൂദാ ഇസ്കറിയോത്ത 30 വെള്ളിക്കാശ് കണ്ടിയപ്പോൾ അവന്റെ മനസ്സ് മാറി അപ്പുറത്തോട്ട് ചാഞ്ഞവൻ. അതൊരു ക്ഷിപ്രവികാരമാണ്. എത്ര ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാൻ സാധിക്കും. ഐശ്വര്യങ്ങളും നന്മകളും കയറി വരുമ്പോൾ അഹങ്കരിക്കാതെ അതിൽ മിതത്വം പാലിക്കുക. നഷ്ടങ്ങളും പ്രയാസങ്ങളും കയറുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ അവിടെയും മിതത്വം പാലിക്കുക. നാളെ എൻ്റെ തിരി കത്തും, തെളിയും. ഇന്നത്തെ ഇരുട്ട് നാളെ മാറും, നാളെ പ്രകാശത്തിരിക്കും. ഐശ്വര്യങ്ങൾ വരുമ്പോൾ കർത്താവെ ഇന്നും നീ ഐശ്വര്യമായി നടക്കും, നാളെ നടത്തണമെന്നില്ല. നീ തന്നത് മാത്രമേ എനിക്ക് ഇതുവരെയുള്ളൂ, ഇനിയും നീ തന്നത് മാത്രമേ എനിക്കുള്ളൂ. ഇതൊന്നും എൻ്റെ നേട്ടമല്ല, എൻ്റെ കഴിവല്ല എന്ന് ചിന്തിക്കണമെങ്കിൽ ഈ ക്ഷിപ്രവികാര ജീവികൾക്ക് പറ്റില്ല. അത് സാധിക്കുന്നത് വിവേകമുള്ളവർക്കാണ്. വിവേകം പരിശുദ്ധാത്മാവെന്നാണ് ലഭിക്കുന്നത്. ദൈവമേ, ആ വിവേകത്തിന്റെ ആത്മാവിനെ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില നോ പറയേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. ദൈവം അനുവദിച്ച നാളെ യവനാന്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളോട് യേസ് പറയുന്നതായിട്ടുണ്ട്. ഇതിലേറെയുണ്ട്. ആ യേസുകളിലേക്ക് നാളെ കടന്നുണ്ട്. നമുക്ക് നമ്മുടെ തലകളെ വടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ ഭദ്രമായി കടക്കുക. കർത്താവേ, ഞങ്ങളുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വീഴ്ചകൾ യവനാന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇന്ന് രാത്രി ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നു. അവയോടൊക്കെ ഇനിമേൽ
പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. ഇതിൻ്റെ സമാപനമാകുമ്പോഴേക്കും വാസ്തവമായും അരുത് എന്ന് പറയുന്നവയോട് അരുത് എന്നും യേസ് എന്ന് പറയുന്നതിനോടൊക്കെ യേസ് എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ പരിവർത്തനം ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്നോടത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും വാഴ്വുകളാലും വഴി നടത്തണമേ. ഏഴകളോട് മനസ്സരിവ് തോന്നണമേ. നിലവേ ജനത്തോട് നിനക്ക് മനസ്സരിവ് തോന്നിയല്ലോ. ഈ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും യൗവനാനെ നീ യഥാസ്ഥാനപ്പെടുത്തിയല്ലോ. നിന്റെ കരങ്ങളിലെടുത്തവനെ ഉപകരിച്ചുവല്ലോ. അപ്രകാരം ദൈവമേ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ കരങ്ങളിൽ വരികയെന്ന് പ്രവർത്തിക്കുന്ന നല്ല ആയുധങ്ങളായി, മൂർച്ചയുള്ള ആയുധങ്ങളാക്കി എടുത്ത് ഉപകരിക്കണമേ. ഇടവകയോട് കരുണ തോന്നണമേ. ബഹുമാനപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ വാഴ്ത്തണമേ. ഇതിൻ്റെ പ്രവർത്തക സമിതി